ഒരു ഇടവേളയ്ക്ക് ശേഷം അസർബൈജാൻ യാത്രകളിലേക്ക് വീണ്ടും എത്തുന്നു. Back again with the Azerbaijan travelogue. ഇന്നത്തെ യാത്ര അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്നും 225 കിലോമീറ്റർ അകലെയുള്ള ഗബാല എന്ന സുഖവാസ കേന്ദ്രത്തിലേക്കാണ്. Today we are going to a popular tourist destination in Azerbaijan, which is 225 kilometers away from the capital city of Baku. ജോർജിയയുടെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന അസർബൈജാന്റെ ഒരു പ്രധാന പട്ടണമാണ് ഗബാല. Gabala is located close to the border between Azerbaijan and Georgia. 230 കിലോമീറ്റർ യാത്രയിൽ വഴിയിൽ പലയിടത്തും കാർ നിർത്തുന്നുണ്ട്. 3.5 മണിക്കൂറോളം യാത്രയുണ്ട്. We started our journey to Gabala, which is 230 kilometers away from the Baku city. It will take approximately 3.5 hours to reach Gabala with stopovers throughout the trip. ബാക്കു നഗരം വിട്ടുകഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളും സാധാരണക്കാർ വസിക്കുന്ന പ്രദേശങ്ങളുമാണ്. അവിടം കഴിഞ്ഞാൽ തീർത്തും വിജനമായ റോഡ് നീണ്ടുപോകുന്നു. Once we leave Baku town, we can see villages and the rural population. Olive plantations are seen on both sides of the empty road. ഒലിവ് കായ ഇവിടുത്തെ ഒരു പ്രധാന കൃഷിയാണ്. മരുഭൂ സമാനമായ പ്രദേശങ്ങളിലൂടെയും യാത്ര ചെയ്യുന്നു. മഞ്ഞുകാലമാകുമ്പോൾ ഇവിടൊക്കെ മഞ്ഞുമൂടി കിടക്കുമെന്നാണ് ആർദർ പറയുന്നത്. പ്രകൃതിയുടെ ഓരോ അത്ഭുതങ്ങൾ. ജനവാസ കേന്ദ്രങ്ങളും ആ ഗ്രാമങ്ങൾക്ക് പിന്നിലുള്ള കുന്നുകളിൽ വിൻമില്ലുകളും സ്ഥാപിച്ചിരിക്കുന്നത് കാണുന്നു. We are passing through some villages where we can see windmills, municipality offices and healthcare centers. തികച്ചും വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളാണ്. കുറച്ചു ദൂരം മരുഭൂമി പോലെയാണെങ്കിൽ അത് കഴിഞ്ഞാൽ കുറേ പച്ചപ്പും അവിടെ ഒലിവ്, മുന്തിരി, പരുത്തി എന്നിവയുടെ കൃഷികളും കാണുന്നു. Olive is a major cultivation in Azerbaijan. We are also passing through some uninhabited places. As per Arthur, during winter, the whole area is blanketed with snow. The landscape is very strange and interesting from point to point. Certain places are like deserts, and after few kilometers, we could see plantations where the farmers cultivate olives, grapes and cotton. തൊട്ടുമുന്നിൽ ഒരു റഷ്യൻ നിർമ്മിത ലാദ കാർ പോകുന്നുണ്ട്. ഇപ്പോഴും അസർബൈജാനിലെ കർഷകർ പഴയ ലാദ കാറുകൾ ഉപയോഗിക്കുന്നു. Russian-made Lada cars are still active on Azerbaijan countryside. Lada cars are favorite among the villagers and farmers. ഇപ്പോൾ ഇസ്മായിലി എന്ന ചെറുപട്ടണത്തിലാണ് കാർ എത്തിയിരിക്കുന്നത്. ആ പട്ടണം പിന്നിട്ട് കാർ വീണ്ടും മുന്നോട്ട് പോകുന്നു. മുന്തിരി കൃഷി നടക്കുന്ന ഇടമാണെങ്കിൽ അവിടെ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലവും കാണും. അവിടേക്ക് കാർ തിരിക്കാൻ ഞാൻ ആർദറിനോട് ആവശ്യപ്പെട്ടു. Now we are going through a small town named Ismaili. Both sides we can see vineyards and cotton farming. We requested Arthur to visit any winery located in that area. അസർബൈജാനിലെ വളരെ പ്രശസ്തമായ വൈൻ നിർമ്മാതാക്കളായ ഷിർവാൻ വൈനറിയാണ് ഇത്. ഷമാക്കി എന്ന ഒരു ഗ്രാമത്തിലാണ് ഈ വൈനറി സ്ഥിതി ചെയ്യുന്നത്. തികച്ചും പ്രകൃതി രമണീയമായ ഒരിടത്താണ് ഈ വൈനറി സ്ഥിതി ചെയ്യുന്നത്. ടൂറിസ്റ്റുകൾക്ക് ഇവിടം സന്ദർശിക്കാം, ഫോട്ടോകളും വീഡിയോകളും എടുക്കാം. വൈനറിക്ക് പുറകിലായി ഒരു വലിയ തടാകവുമുണ്ട്. അതിനു പുറകിലായി വിശാലമായ മുന്തിരിത്തോട്ടവും നമുക്ക് കാണാം. വൈൻ വിൽക്കാൻ വച്ചിരിക്കുന്ന കടയിൽ നമുക്ക് കയറി ഫോട്ടോ എടുക്കാം, വീഡിയോ പകർത്താം. അതുകൊണ്ട് നാം അവിടെ നിന്നും വൈനോ മറ്റോ വാങ്ങണമെന്ന് ഒരു നിർബന്ധവുമില്ല. Shirvan Winery is a famous wine manufacturer in Azerbaijan. This winery is located in a pleasant and beautiful landscape. Tourists can visit this winery and stores to take photos and videos. They don't oblige you to buy wine if you are visiting the store. നിരവധി ഇനം വൈനുകൾ അവിടെ ഷെൽഫുകളിൽ അടുക്കി വെച്ചിരിക്കുന്നു. വൈൻ മാത്രമല്ല, ഒരു വശത്ത് വിവിധ ഇനം അച്ചാറുകൾ വിവിധ നിറങ്ങളിൽ നിരത്തി വെച്ചിരിക്കുന്നു. ചെറുതും വലുതുമായ ജാറുകളിൽ അവ നിരന്നിരിക്കുന്നത് തന്നെ കൗതുകകരമായ ഒരു കാഴ്ച. Different variety of wines are displayed and they arrange the wine bottles in a spectacular way. Not only wines, but you can see different types of pickles and jams in jars in different sizes. They use some berries and vegetables to make pickles. വൈനിലും ജാമുകളിലും ചേർക്കാനുള്ള വിവിധ ഇനം
സുഗന്ധദ്രവ്യങ്ങൾ കാണുന്നു. Wine barrels are arranged on one side. Spices are displayed, which is used to add with wines and jams. Jams are made with grapes, berries and different fruits. മുന്തിരിയിലും മറ്റു പലയിനം ബെറികളിലും പഴങ്ങളിലും ഉണ്ടാക്കിയ ജാമുകൾ മറ്റൊരു വശത്ത്. ഒരു വശത്ത് സുവനീറുകളാണ്. ഷിർവാൻ വൈനറിയുടെയും അസർബൈജാന്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത സുവനീറുകൾ. In the same store, we can see souvenirs which is engraved with Shirvan Winery and Azerbaijan logos and pictures. Different types of t-shirts, hats, keychains, coffee mugs are displayed there for the same. വൈകുന്നേരങ്ങളിൽ സജീവമാകുന്ന ഒരു റെസ്റ്റോറൻറ്റ്, പാർട്ടി ഹാൾ, ഗസ്റ്റ് ഹൗസ് എന്നിവയൊക്കെ ഈ വൈനറിയുടെ ഭാഗങ്ങളാണ്. There is a guest house, restaurant and party hall as part of the winery. പഴയൊരു റഷ്യൻ ട്രക്ക് ഇവിടെ കൗതുക വസ്തുവായി സൂക്ഷിച്ചിരിക്കുന്നു. An old Russian truck is displayed here. We took a photo standing in front of the truck. പഴയ വൈൻ ബാരലുകൾ പ്രവേശന കവാടത്തിന് അരികെ അടുക്കി വച്ചിട്ടുണ്ട്. കുറേ സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചിട്ട് യാത്ര തുടർന്നു. Next to the compound gate, they have displayed old wine barrels. We spent some time there and continued our journey. കുറച്ച് പച്ചപ്പുള്ള ഒരു പ്രദേശത്ത് കൂടിയാണ് ഇപ്പോൾ കാർ പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ തണൽ മരങ്ങൾ ധാരാളം വളർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തെത്തി. ഡ്രൈവർ ആർദർ കാർ വശത്തേക്ക് നിർത്തി ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ കുറച്ച് വിശ്രമിക്കാം, ഫോട്ടോകൾ എടുക്കാം, വേണമെങ്കിൽ കുതിര സവാരി നടത്താം. ചില സഞ്ചാരികൾ അവിടെ കുതിര സവാരി നടത്തുന്നത് കണ്ടു. Now we are passing through the woods where tall trees are grown. Arthur asked us to take a break and take few photos there. And also he said we could ride horses if we wished to. We could see tourists riding horses, spent few minutes there and we continued our trip. Now we are going to see Yedi Gazel waterfall in Kabala. വീണ്ടും യാത്ര തുടർന്നു. കവാലയിലെ യെഡി ഗോസൽ എന്ന വെള്ളച്ചാട്ടം കാണാനാണ് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ നല്ല ജനത്തിരക്കുണ്ട്. ഒരു ചെറിയ വെള്ളച്ചാൽ അതുവഴി ഒഴുകുന്നു. അത് യെഡി ഗോസൽ വെള്ളച്ചാട്ടത്തിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണെന്ന് ആർദർ പറഞ്ഞു. കുറച്ചുകൂടി മുകളിലേക്ക് നടന്നു നോക്കി. കേരളത്തിൽ നിന്നും വരുന്ന നമുക്ക് അവിടെ വലിയ അത്ഭുതങ്ങൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ മുകളറ്റം വരെ ഈ തിരക്കിലൂടെ നടന്ന് കയറേണ്ടെന്ന് തീരുമാനിച്ചു. Many tourists are gathered in that area. A small stream is flowing through the rocks and Arthur told us that this stream is from the Yedi Gazel waterfall. We were sure that we cannot expect wonders watching the waterfall, as we are very familiar with beautiful waterfalls and watercourses in Kerala. Moreover, the huge crowd during the COVID pandemic stopped us from proceeding further. We took some photographs and videos and left that point. കുറച്ച് വീഡിയോകൾ പകർത്തി ഞങ്ങൾ അവിടെ നിന്നും തിരികെ നടന്നു. സഞ്ചാരികളെ കാത്ത് ധാരാളം വഴിക്കച്ചവടക്കാർ അവിടെയുണ്ട്. വിവിധ ഇനം പഴങ്ങളും ജ്യൂസ് മുതലായവയും വിൽക്കുന്നവർ. ബെറി പഴങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. Local vendors are waiting for the tourists to sell fruits, jams, juices and souvenirs. Berries are arranged beautifully. വിശക്കുന്നുണ്ട്. ഡ്രൈവറോട് നേരെ വണ്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വിടാൻ പറഞ്ഞു. We are feeling hungry and asked Arthur to drive us to a restaurant. റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ സാധിക്കില്ല. വലിയൊരു പ്രദേശമാകെ വ്യാപിച്ചു കിടക്കുന്ന റിസോർട്ടിന് സമാനമായ ഒരു മനോഹര ഉദ്യാനം. അതാണ് റെസ്റ്റോറൻറ്റ്. We cannot simply call it a restaurant because it's spread within a vast area with garden and fountains.
It is almost similar to a garden in a resort. അവിടെ കൂടാരങ്ങൾ നിർമ്മിച്ച് അതിനുള്ളിലാണ് അതിഥികൾക്ക് ഭക്ഷണം വിളമ്പുന്നത്. അതിവിശാലമായ മനോഹരമായ ഒരു സംരംഭം. They installed huts in different locations to serve food for the guest. നാം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കൂടാരങ്ങൾക്ക് അരികിലൂടെ ചെറിയ അരുവികൾ ഒഴുകുന്നു. മണിക്കൂറുകൾ ചിലവഴിച്ച് ആ ചുറ്റുപാട് ആസ്വദിച്ച് ആഹാരം കഴിക്കാനുള്ള ഒരു അവസരമാണ്. We could see beautiful tiny streams flowing beside the hut where we were having our lunch. In fact, we could spend hours there to enjoy the scenic beauty and the environment. പക്ഷേ ഞങ്ങൾക്ക് അബദ്ധം പിണഞ്ഞോ എന്നാണ് സംശയം. ഒന്നാമത് കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാനില്ല. 2 മെനു കണ്ടപ്പോൾ ഇത്രയും ആർഭാടമായ ഒരു ഉച്ചഭക്ഷണം വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ. എന്തായാലും ആഹാരം കഴിച്ചു പുറത്തിറങ്ങി. Unfortunately, we didn't have time to waste in a restaurant and we needed to continue our trip. We felt that it was a mistake to go into such an extravagant place to have a simple lunch. We finished our lunch and left the restaurant. കബാലയിലെ ഇസ്മായിലി റിസർവ് വനത്തിൻ്റെ ഒരു ഭാഗമായ കബാല ബുൾവർ കോംപ്ലക്സി എന്ന ഒരു വിനോദ കേന്ദ്രത്തിലേക്കാണ് ഇനി പോകുന്നത്. We are now visiting Kabala Bulwar Complexi, which is a tourist place involved with a river originated from the Ismaili Reserve Forest. വനത്തിനുള്ളിൽ നിന്നും വരുന്ന ചെറിയൊരു നദിയെ ചെറിയ തടയണകൾ കെട്ടി നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം. The flow of the river is controlled by check dams. അവിടെ കോഫി ഷോപ്പുകൾ, ബിയർ പാർലറുകൾ, കുട്ടികൾക്കുള്ള പാർക്ക്, കേബിൾ കാർ എന്നിവയൊക്കെയുണ്ട്. There are coffee shops, beer parlors, children park, cable car for the tourists. അവിടെ കാഴ്ചകൾ കണ്ട് കാറിൽ കയറി ആ റിസർവിൻ്റെ ഭാഗമായ നോഹൂർ തടാകക്കരയിലെത്തി. Now we are near the Nohur Lake, which is also part of the Ismaili Reserve Forest. വിശാലമായ ഒരു തടാകം, ബോട്ട് സർവീസ് ഒക്കെയുണ്ട്. മനോഹരമായ കബാല സന്ദർശനം പൂർത്തിയാക്കി ഞങ്ങൾ ബാക്കുവിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. Spent some time there to watch the scenic beauty. After 30 minutes, we started our return journey to Baku.